ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചതാണ് കേട്ടോ. ഇന്ന് എന്തായാലും രാവിലെ എണീറ്റപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്നുള്ളൊരു തോന്നലാണ്. കാരണം കുറച്ച് കമൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുന്ന രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വിച്ചു ഉണ്ടായിരുന്നു. പിന്നെ വിച്ചുള്ളപ്പോൾ എനിക്ക് ലോങ് വീഡിയോസോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫോ ഒന്നും എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഒന്ന് ടൈം ഉണ്ടായത് കേട്ടോ. ഇപ്പോഴും ടൈമില്ല, എനിക്ക് ഷൂട്ട് ഉണ്ട് ഇന്ന്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ എനിക്കിന്ന് കളരി ക്ലാസ് ഉണ്ട്. എൻ്റെ മൊത്തത്തിൽ ഇന്നും തിരക്കാണ്. എന്നാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നൊരു ഇത് തീരുമാനിച്ചു ഞാൻ രാവിലെ എണീറ്റപ്പോൾ. രാവിലെ എണീറ്റുള്ളത് തന്നെ ഞാൻ പോയിട്ടൊന്ന് ഫ്രഷായി, അതായത് കുളിച്ചിട്ടൊന്നുമില്ല, പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റായി. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും എനിക്ക് തോന്നുന്നു കറി ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അമ്മ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുടുകയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് അമ്മ ചപ്പാത്തി ഉണ്ടാക്കും, ഞാൻ കറി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് അമ്മ കറി ഉണ്ടാക്കി, അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടു. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം എനിക്ക് നേരത്തെ പോകണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സാധാരണ എനിക്ക് വർക്ക് ഇല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടൊക്കെയാണ് കഴിക്കുക കേട്ടോ. അങ്ങനെ വേഗം കഴിച്ചു. പിന്നെ ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിച്ച് വരാനായിട്ട്. അപ്പോൾ അത് ചെയ്യാൻ കേട്ടോ. അടിച്ച് വരാനും തുടയ്ക്കലും നമ്മൾ ഒരു ദിവസം ചെയ്യാറില്ല കേട്ടോ, ഇടയ്ക്കായിട്ടാണ് ചെയ്യുക. അതായത് ഇന്ന് അടിച്ച് വരാണെങ്കിൽ നാളെ തുടയ്ക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ആഴ്ചയിൽ 2 ദിവസം അടിച്ച് വരാനും തുടയ്ക്കലും ചെയ്യാറുണ്ട് കേട്ടോ ഒരുമിച്ച്. അത് ഏതാ ദിവസം എന്ന് എനിക്കറിയില്ല കേട്ടോ, ചൊവ്വാഴ്ച അങ്ങനെ തോന്നുന്നു. അത് അന്ന് നമ്മൾ അടിച്ച് വാരി തുടയ്ക്കും ഒരുമിച്ച് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ കഴുകി വന്നു, ഡ്രസ്സൊക്കെ മാറി. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഷൂട്ടുണ്ട്, അപ്പോൾ വേഗം പോയിട്ട് അതൊക്കെ ഡ്രസ്സൊക്കെ മാറി. ഇനി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ആദ്യം അപ്ലൈ ചെയ്ത്. പിന്നെ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ മോർണിംഗ് റൊട്ടീൻ എടുത്ത വീഡിയോ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ടുള്ള ദിവസം, അതായത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, പിറ്റേ ദിവസം സെയിം പോലെ മോർണിംഗ് റൊട്ടീൻ എടുത്തു കേട്ടോ. പിന്നെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഒരുവിധം എല്ലാ ദിവസവും സെയിം തന്നെയാണ്. എണീക്കുക, കിച്ചണിൽ പോവുക, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, കുളിക്കുക, ഫ്രഷ് ആവുക, അതുപോലെ തന്നെ ഡ്രസ്സ് മാറി വർക്കിന് പോവുക, അല്ലെങ്കിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ ഷൂട്ടിന് പോവുക കേട്ടോ. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തെ വേഗം ഷൂട്ട് ചെയ്തു. എങ്ങനെയോ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. സാധാരണ അങ്ങനെ മിസ്സായി പോകാറില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. എൻ്റെ നെയിൽ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഈ ഒരു വീഡിയോയിലൊക്കെ എൻ്റെ കയ്യിൽ നെയിലുണ്ട്, മറ്റേലൊന്നും നെയിലില്ല, അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. മുടി ഇതാ ഇങ്ങനെ കെട്ടിവെച്ചു, കാരണം സ്കൂട്ടിയിൽ വേണം പോകാനായിട്ട്. അപ്പോൾ മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ എല്ലാം പോകും. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ അതായത് ഐ മേക്കപ്പ് ലുക്ക് ഞാൻ വിങ്സ് ഇട്ടിട്ടാണ് കേട്ടോ എഴുതാറുള്ളത്, അങ്ങനെ കട്ടിക്ക് എഴുതാറില്ല. എന്തോ ഇപ്പോൾ ഇതാണ് എനിക്കിഷ്ടം. അങ്ങനെ നമ്മളിത് ആ ഷൂട്ട് ചെയ്യുന്ന പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ജെറിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മോഡലിംഗ് ഷൂട്ട് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ആളാണ് കേട്ടോ ജെറി. അതുകൊണ്ട് ഞാൻ നല്ല കംഫർട്ടാണ്. എനിക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഷൂട്ടിന് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒട്ടും കംഫർട്ട് ആവില്ല, പിന്നെ വീഡിയോ അത്ര അടിപൊളി ആവില്ല. പിന്നെ എനിക്ക് അറിയണ ആൾക്കാർ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര ചിരിച്ച് പ്ലസൻ്റായിട്ട് ഞാൻ എല്ലാം പ്രസൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഓൺ വോയിസിലുള്ളൊരു വീഡിയോ ആയിരുന്നു. ക്യാമ്പസ് നാവിഗേറ്ററിൻ്റെ അവർക്കുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം പൊട്ടത്തെറ്റുകളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓൺ വോയിസ് ആയ കാരണം നമുക്ക് ഡബ്ബിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡബ്ബിംഗ് ചെയ്താലും അത്ര പെർഫെക്ഷൻ വരില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് പറയണം. എനിക്കാണെങ്കിൽ മലയാളം ഭയങ്കര സ്പീഡിൽ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ കുറച്ച് മെല്ലെ മെല്ലെ സംസാരിക്കേണ്ട കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഷൂട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ചിരിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഷൂട്ടാണ്. ഇങ്ങനത്തെ ഒരു ഷൂട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. കൂടുതൽ നമ്മൾ ഷോപ്പുകളിൽ പോയിട്ടുള്ള ഷൂട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ 2 വീഡിയോ എടുക്കലുണ്ടായിരുന്നു. രണ്ടും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. സമയം കറക്റ്റ് ഓർമ്മയില്ലേ. അപ്പം ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ, ലഞ്ച് കഴിച്ചു. കാരണം ഇനി ഷോപ്പിൽ പോയിട്ട്, അതായത് ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ പോയിട്ട് ഫുഡ് കഴിക്കേണ്ട, വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് മോരുകൂട്ടാനും ചോറും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചൊരു 1 മണിക്കൊക്കെ ജോലിക്ക് കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വന്നുകൊണ്ട് തന്നെ വേഗം ലഞ്ചൊക്കെ കഴിച്ചു. ഗുരുവായൂർ അമ്പലത്തിലെ മോരുകൂട്ടാനും ചോറൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ മേലേക്ക് വന്നിട്ട് വന്നപ്പോൾ എനിക്ക് ഈ ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ഒരു 1:30 ആകുമ്പോൾ ജോയിൻ ചെയ്യാം, ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിൽക്കാം. അതായത് നോർമലി എൻ്റെ വർക്കിംഗ് ടൈം വന്നിട്ടുണ്ടെങ്കിൽ 10 to 5 ആണ്. ഇങ്ങനെ ഇടയ്ക്ക് ഷൂട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കാരണത്തെ ലേറ്റ് ആവുകയാണെങ്കിൽ 6 വരെയൊക്കെ നിൽക്കാറുണ്ട് ഈവനിങ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണം വരിക ഭക്ഷണം കഴിച്ചപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 6:30 വരെയൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാൻ കിടന്നു, ഉറങ്ങിയൊന്നുമില്ല, കിടന്നു. ഒരു ഫോണൊക്കെ മാറ്റിച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ റിലാക്സ് ചെയ്തു കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കില്ല, അതുകൊണ്ട് ഉറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, യൂണിഫോം ഇട്ടു. ഇതാണ് കേട്ടോ എൻ്റെ യൂണിഫോം, ഫുള്ളായിട്ട് കാണുന്നുണ്ടാവില്ല, അറിയാം. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ കളർ ഷർട്ടാണ്, പോളിസ്റ്റർ മിക്സ്, ബ്ലാക്ക് ട്രൗസർ പാൻറ്റാണ് കേട്ടോ. ഇൻസൈഡൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ മേക്കപ്പ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, കാരണം ഓൾറെഡി നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ലിപ്സ്റ്റിക്ക് ഒന്ന് റീടച്ച് ചെയ്യാം കേട്ടോ. നേരത്തെ ഞാൻ മാക്കിൻ്റെ ആണ് ഇട്ടത്, ഇപ്പോൾ നമുക്ക് ഇതിടാം. ഓക്കെ ഓക്കെ, ഇത് മെബ്ലൈൻ സൂപ്പർ സ്റ്റേൻ്റെ 75 ഫൈറ്റർ ആണ് കേട്ടോ ഷെയ്ഡ്. എന്നോട് എപ്പോഴും ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ഷെയ്ഡ് ചോദിക്കാറുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് 2-3 ആഴ്ചക്ക് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഏത് ഷെയ്ഡാണ് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഹെയർ ഞാനെനിക്ക് തോന്നുന്നു കെട്ടി വെക്കാം, ഇങ്ങനെ എന്തെങ്കിലും കെട്ടി വെച്ചിട്ട് പോകാം, കാരണം ഹെൽമെറ്റ് ഇടുമ്പോൾ എന്തായാലും പോകും. അപ്പോൾ വേഗം ഒന്ന് പോയിട്ട് ഞാൻ കൂടുതൽ പണിയെടുക്കുന്നില്ല, കാരണം എന്തായാലും ഹെൽമെറ്റ് ഇടുമ്പോൾ എൻ്റെ ഹെയർ നാശവും. അപ്പോൾ പിന്നെ ഞാൻ ഹെയറിലെ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞു, കാരണം വണ്ടി പോയി വന്ന കാരണം കെട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വൃത്തിയില്ലാവില്ല എനിക്കറിയാം, പക്ഷേ ഹെൽമെറ്റ് ഇടുമ്പോൾ എന്തായാലും ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക് ടു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് വ്ളോഗ് ഇട്ടപ്പോൾ കുറച്ച് പേര് അതിൽ എന്താണ് എനിക്ക് ജോലിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജോബ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ലിവ ബ്യൂട്ടി ലോഞ്ച്, അതായത് ഒരു യൂണിസെക്സ് സലൂണിലാണ്. എൻ്റെ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് എനിക്കവിടെ ജോലി. മെയിനായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുക, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഏത് കോഴ്സ് എടുത്താലാണ് അങ്ങനത്തെ ജോലി കിട്ടുകയെന്ന് ചോദിച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ ഒരു കോഴ്സ് പഠിച്ചിട്ടല്ല ഈ ഒരു ജോലിക്ക് കയറിയത്. ഞാൻ ഓൾറെഡി ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളായ കാരണം അങ്ങനെ എനിക്ക് കിട്ടിയ ജോലിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ എഡിറ്റിങ്, അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ ഓരോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി കുറച്ചൊക്കെ എനിക്ക് അറിയായിരുന്നു. അത് ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല, നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും ഇൻഷോട്ടിൽ ഓരോന്ന് എഡിറ്റ് ചെയ്തിട്ടും പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഒരു ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ജോലി കിട്ടിയതാണ്. ഞാൻ ഒരു കോഴ്സും എടുത്ത് പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് പേര് കമൻറ്റ് കണ്ടു, അതൊന്ന് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങിയാലോ. ഞാൻ ഫുൾ സെറ്റായി. ഹെയർ ഇപ്പോൾ കുറച്ചുള്ള കാരണം ഭയങ്കര ഈസിയാണ് കേട്ടോ. എവിടെ പോകുമ്പോൾ ഹെയർ കെട്ടാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നം വരുന്നത് സാരി കൊടുക്കുമ്പോഴാണ്, എന്ത് ഹെയർസ്റ്റൈൽ കെട്ടും. പിന്നെ കൂടുതലും ഞാനിപ്പോൾ ഇങ്ങനെ ഒതുക്കി കെട്ടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഫ്രീ ഹെയർ ആക്കും. എന്തായാലും റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോവാം കേട്ടോ. കാരണം നമുക്ക് ഒരു 6:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് വന്നത്. ജോലി എന്ന് പറയുമ്പോൾ പ്ലേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം വിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്. അത്രയും അടുത്താണ്, ഒരു 2 മിനിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അത്ര അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകണ്ടേ, ഉത്സവമൊക്കെ അല്ലേ. അപ്പോൾ രാത്രി അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും വേഗം പോട്ടെ കേട്ടോ. അങ്ങനെ ഇതാ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. എൻ്റെ സ്ഥിരം സൺഗ്ലാസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഷോപ്പിലെത്തി. എനിക്ക് കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പോസ്റ്ററും കാര്യങ്ങളൊക്കെ. വുമൻസ് ഡേ ആണ്, അതിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈദിൻ്റെ ഓഫറിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഏതൊരു ബ്രൈഡൽ പാക്കേജിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സിസ്റ്റത്തിലിരുന്ന് കുറച്ചധികം ടൈം എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്തു. അപ്പോഴേക്കും വീണ ഫുഡ് കഴിച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് ബ്രേക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം വിനയനായിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ ബ്രൈഡൽ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു കളർ തീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു മെറൂൺ റെഡ് കളറാണ്. മുൻപും ഇതേപോലത്തെ ഒരു കളറിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചെറുതായിട്ട് കളർ മാറ്റി, നമ്മൾ റെഡിലോട്ട് പിടിച്ചു. ഈ ഒരു കളറാക്കി കേട്ടോ. ഇതും കുഴപ്പമില്ല, ബ്രൈഡൽ പാക്കേജിനൊക്കെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രിൻ്റ് അടിക്കണം കേട്ടോ. പിന്നെ എനിക്കും സ്ഥിരമുള്ളൊരു പരിപാടിയാണ്, ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ ലോലിപോപ്പ് എടുത്ത് കഴിക്കാറുണ്ട്. അത് ഇവിടുത്തെ പച്ച ലോലിപോപ്പാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കച്ചാ മാംഗോ അല്ലേ, പണ്ടത്തെ മിഠായി, അതേ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നോക്കിയത് വീണേനെയാണ്, കാരണം മിഠായി ഇങ്ങനെ പൊളിക്കുന്ന സൗണ്ട് കേട്ട് അവൾ ഓടി വരാറുണ്ട്. അപ്പോൾ അവൾ വന്നോ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് തിരക്കില്ല തോന്നുന്നു, അതുകൊണ്ട് വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും 2 കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. ഈ ലോലിപോപ്പ് കൂടെ എടുത്ത് വെച്ചേക്കുന്നത് ഇവിടെ പിള്ളേർ വരികയാണെങ്കിൽ കരയുമ്പോൾ എടുത്ത് കൊടുക്കാനാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ വിത്ത് പെർമിഷൻ, പാരൻസിൻ്റെ പെർമിഷനോട് കൂടി നമ്മൾ മിഠായി കൊടുക്കും. ഈ പോസ്റ്ററൊക്കെ നമ്മൾ പ്രിൻ്റ് ആക്കി കേട്ടോ. അതിനുശേഷം പിന്നെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് കളരി ക്ലാസ് ഉണ്ട് കേട്ടോ. സോ കളരി ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ജാക്കറ്റ് വെയർ ചെയ്യാറുണ്ട്, കാരണം സൺ ടാൻ അടിക്കേണ്ട വെച്ചിട്ട് കൈ ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഈവനിങ് ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു. കാരണം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം, ഉത്സവമൊക്കെ അല്ലേ, അപ്പോൾ പഴുക്കാൻ മണ്ഡപം കാണാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഞാൻ കുളിച്ചിറങ്ങിയപ്പോൾ താഴെ അച്ഛൻ്റെ അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ അവർ മോര് കൂട്ടാനും ചോറും ഓലനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ ഇന്ന് ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ അവർക്ക് ഒരു പാരക്കൊക്കെ മുറിച്ച് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അച്ചപ്പം ഉണ്ടായിരുന്നു, അച്ചപ്പം കൊടുത്തു, ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഞാൻ. അപ്പോൾ അച്ഛനും അമ്മേനായിട്ട് കുറച്ച് നേരം പിന്നെ സംസാരിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഉണക്കി. കാരണം കൂടുതലും ഇപ്പോൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യണ കാരണം അത് നല്ലതല്ലല്ലോ ഹെയറിന്. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ഫാനിൻ്റെ അടിയിൽ നിന്നിട്ട് കുറച്ചിങ്ങനെ ഉണക്കിയിട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇവിടുത്തെ ഫാനിൻ്റെ അടിയിൽ ഉണങ്ങാറുള്ളത്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അച്ഛനും അമ്മയും പോവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പോയി. പിന്നെ അതിന് ശേഷം അവർ പോയപ്പോൾ ഞാൻ മേലെ പോയിട്ട് ഹെയർ ഡ്രയറിൽ മുടി ഉണക്കി കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇന്ന് ഞാൻ ഈ ഒരു സാരിയാണ് കേട്ടോ എടുത്തത്. ഇതൊരു ബനാറസിയുടെ സാരിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ന് ഉടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് സാരി ഉടുക്കാമെന്നാണ്. പക്ഷേ ലാസ്റ്റ് ടൈം ആയപ്പോൾ അത് എനിക്ക് ഉടുക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം ബ്ലൗസിന് എനിക്ക് ഉടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ സാരി ഉടുക്കാമെന്ന് കേട്ടോ. ഇതൊരു ലാവൻഡർ പ്ലസ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ബോർഡർ മൊത്തം ഗ്രീനാണ് കേട്ടോ, ബ്ലൗസും ഗ്രീനാണ്. ഈ ബ്ലൗസ് ഞാൻ വേറെ കുറേ വട്ടം വെയർ ചെയ്തിട്ടുണ്ട്, സെറ്റ് മുണ്ടിനും സെറ്റ് സാരിക്കൊക്കെ കൂടെ കേട്ടോ. ഇതിൻ്റെ കൂടെ അത് ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സാരിയാണ് ഇന്ന് ഞാൻ ഉടുത്തേക്കണത് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ കൂടും തോറും തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. പഴുക്കാൻ മണ്ഡപം തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2 ദിവസം തീരെ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ സുഖമായിട്ട് പോയി തൊഴുതു. പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ അധികം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊന്നും ഓൺ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു നടയിൽ അത്യാവശ്യം ഓൺ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനും അമ്മയും ഹരിക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. വിച്ചുവിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. പിന്നെ വിച്ചുവിൻ്റെ വേറൊരു ബ്രദർ ഉണ്ട്, അത് കസിൻ ബ്രദറിൻ്റെ വൈഫും കുട്ടിയും വലിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ സുഖമായിട്ട് തന്നെ തൊഴുത് ഇറങ്ങി. പിന്നെ നമ്മൾ ഗണപതി അമ്പലത്തിൽ പോയി തൊഴുതു, അവിടെ നിന്ന് ഇറങ്ങി. ഫോണ് ഉള്ളിലേക്ക് അലൗഡ് അല്ലാത്ത കാരണം എനിക്ക് വീഡിയോ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതാ മോരുകൂട്ടാനും ചോറും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ മോരുകൂട്ടാനും ചോറും. ഇനി ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലങ്ങനെ ഫുഡ് വെച്ചിട്ടേ ഇല്ല കേട്ടോ. എന്നും മോരുകൂട്ടാനും ചോറായിരുന്നു 10 ദിവസം. അങ്ങനെ ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. കാരണം സമയം ഒരു 11 മണി 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണി അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറാണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇന്ന് ഞാനൊരു വൈറ്റ് നൈറ്റ് സ്യൂട്ടാണ് കേട്ടോ വെയർ ചെയ്തത്. ഇത് ഞാൻ റെയറാണ് വെയർ ചെയ്തത്, കാരണം വൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു പേടിയാണ് ചളിയാവുമെന്ന്. പിന്നെ ഞാൻ നൈറ്റ് സ്കിൻ കെയറിലോട്ട് കിടന്നു. ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ലിപ് ബാമും മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ ഞാനിപ്പോൾ നൈറ്റ് സ്ഥിരം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. സ്കിന്ന് നല്ല രീതിക്ക് പീലാവുന്നുണ്ട്, അത്രയും ഡ്രൈ ആയിട്ട് എൻ്റെ ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് പീലാവുന്നുണ്ട് സ്കിന്നെ. അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്ന മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടത് നൈറ്റ് കൂടുതൽ കേട്ടോ. പിന്നെ ലിപ് ബാം ഈഷ് ആയുർവേദിക് ക്ലിനിക്കിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ലിപ് ബാമാണ്. അത് കുറച്ച് പേര് ചോദിക്കാനേ കേട്ടു. അത് ഒരു ആയുർവേദിക് ക്ലിനിക്കിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ ലിപ് ബാം. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പിന്നെ കുറച്ച് നേരം എനിക്ക് വീഡിയോസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐപാഡിലൊന്ന് ചെയ്തു. നമ്മുടെ വർക്കിൻ്റെ എഡിറ്റിംഗ് ആണ്, അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം വിച്ചുവിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് വരാൻ നമ്മൾ നല്ല ലേറ്റ് ആയല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഉത്സവം കഴിഞ്ഞാൽ വേറൊരു രീതിയിലാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.